Good morning. Audible ആണെന്ന് വിശ്വസിക്കുന്നു. Yeah, it's been a while, Adarsh, because of some personal reasons. എൻ്റെ ഫാമിലിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ലൈക്ക് മൈ ഫാദർ ഇൻ ലോ പാസ്ഡ് അവേ, സോ ഐ വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് ദ ക്ലാസ്സസ്. സോ അതുകൊണ്ടാട്ടോ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് എവ്രിബഡി. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് അഞ്ജലി. നമ്മളിന്ന് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, പക്ഷേ ഇറ്റ്സ് എ വെരി ലെങ്തി ആർട്ടിക്കിൾ. വലിയൊരു ആർട്ടിക്കിളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ റെലവൻസി എനിക്ക് തോന്നി. കുറച്ച് ഡിഫിക്കൾട്ടാണ് മനസ്സിലാക്കാനായിട്ട്. ടൂ മച്ച് ഓഫ് എന്താ പറയുക, ഡിപ്ലോമസി, ടെക്നിക്കാലിറ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തേക്കുന്ന കാരണം ഐ വാസ് നോട്ട് ഏബിൾ ടു ലൈക്ക് യുനോ ഫ്ലോലെസ്ലി നമുക്കിങ്ങനെ എടുത്തു പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾ അല്ല ഇന്നത്തത്. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിർത്തി വായിക്കേണ്ട അവസ്ഥയുണ്ട്. കുറേ അധികം ഡിഫിക്കൽട്ട് വേർഡ്സ് ഉണ്ടാകും. സോ hubris and caution, China's poster as 2026 begins. സോ ഒരു ചൈനയുടെ പൊസിഷൻ ഇൻ ദ വേൾഡ്, അതുപോലെ ഇന്ത്യ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ആൻഡ് ടൈസ്, പിന്നെ അതുപോലെ തന്നെ വേറെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ എന്താ പറയുക എക്കണോമിക് റിലേഷൻസ്, അതുപോലെ ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ലെങ്തി ആർട്ടിക്കിൾ. ഇത് എഴുതിയേക്കുന്നത് അശോക് കെ കാന്ത. ഹി ഈസ് എ ഫോമർ അംബാസഡർ ടു ചൈന and he is Subhash Chandra Bose Chair of International Relations at Chanakya University, Bengaluru, and he is a distinguished fellow at Vivekananda International Foundation, VIF, New Delhi. Okay, so ഇതാണ് ഇത് എഴുതിയ ആളുടെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രോ. ഇത് ഇവരിനകത്ത് പറയുന്നുണ്ട് ഇറ്റ് ഇസ് ഹിസ് പേഴ്സണൽ ഒപ്പീനിയൻസ്, പേഴ്സണൽ വ്യൂസ്, ബട്ട് സ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ന്യൂസ് കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അമേരിക്കയുമായിട്ടുള്ള ടൈസ്, യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള റിലേഷൻസ്, റഷ്യയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതുപോലെ കരാറുകൾ, ഇതെല്ലാം എങ്ങനെ ഇന്ത്യയെ ഷേപ്പ് ചെയ്യുന്നു എന്നുകൂടെ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ആർട്ടിക്കിൾ. ഐ ഹോപ്പ് ഇറ്റ്സ് വിസിബിൾ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യെസ്. ഹ്യൂബ്രിസ് ആൻഡ് കോഷൻ, ചൈനാസ് പോസ്റ്റർ as 2026 begins. ഹ്യൂബ്രിസ്, ഇവിടെ ഹ്യൂബ്രിസിൻ്റെ വേർഡിൻ്റെ മീനിങ് ഇതാണ്. ഒരു അഹങ്കാരം നമ്മൾ പറയില്ലേ, എക്സസീവ് ആയിട്ടുള്ള ഒരു പ്രൈഡിനെയാണ് നമ്മൾ ഹ്യൂബ്രിസ് എന്ന് പറയുക. ഓക്കെ, എക്സസീവ് പ്രൈഡ് ആൻഡ് കോഷൻ. എന്നാൽ ശ്രദ്ധിച്ചാണോ? അതെ, അതുപോലെ തന്നെ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയും. ഓക്കെ, സോ ആസ് 2026 ബിഗിൻ ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ഓഡിബിലിറ്റി ആൻഡ് വിസിബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, യാ 2026 ബിഗിൻ ചെയ്യുമ്പോഴേക്കും ചൈന ഒരു പാരഡോക്സ് ആണ് പ്രസന്റ് ചെയ്യുന്നത്, ഒരു ഐറണി. ഓക്കെ, ഐറണി മീൻസ് സംതിങ് ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ഐറോണിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, കോൺട്രാസ്റ്റ് ടു സംതിങ്, അതാണ് ഇവിടെ പറയുന്നത്. A nation wrestling with economic challenges. ഒരു നേഷന് ഒരുപാട് ഇക്കണോമിക്, സാമ്പത്തികപരമായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. ഐ തിങ്ക് ദർ ഇസ് സം നെറ്റ്വർക്ക് ഇഷ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? വിസിബിലിറ്റിയുടെ കുറവ് അങ്ങനെ വല്ലതും? ഓഡിബിൾ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ ആദർശ്? ഇപ്പൊ ക്ലിയർ ആണോ ആദർശ്? Okay, fine. Yes. So, നമ്മൾ coming back to the topic, 2026 start ചെയ്യുമ്പോൾ China at the same time they are
എക്സ്പാൻഡിങ് ഇറ്റ്സ് ഡിപ്ലോമാറ്റിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിസർച്ച്. അവരെന്ത് ചെയ്യാണ്, അവരുടെ ഡിപ്ലോമാറ്റിക് ടൈസ് അവർ എലാബറേറ്റ് ചെയ്യാണ്. അതുപോലെ റീച്ച് എബ്രോഡ്, പുറം രാജ്യങ്ങളിലേക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റീച്ച് അവർ കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ വളരെ അസേർട്ടീവ് ആണ്, അറ്റ് ദ സെയിം ടൈം ആങ്ഷ്യസും ആണ്. സോ അവർ വളരെ അസേർട്ടീവ് ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, വളരെ സ്ട്രോങ്, ദേ ഹാവ് വെരി കോൺഫിഡൻസ് ഇൻ ദെംസെൽസ്, അറ്റ് ദ സെയിം ടൈം എന്നാൽ വളരെ ആങ്ഷ്യസും ആണ്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ദേ ആർ ലിറ്റിൽ ബിറ്റ് ആങ്ഷ്യസ് ഓൾസോ. ഓക്കെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ചൈനയുടെ പോസ്റ്റർ എന്ന് പറയുന്നത്, ഓക്കെ, ഇറ്റ് ഈസ് എ ഷിഫ്റ്റ്. ഫോർ ഇൻസ്റ്റൻസ് ദാറ്റ് still not clear. Give me just a few moments. How is it now? ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ടോ ആദർശ്? ഐ കാൻ സീ എനിത്തിങ് ആക്ച്വലി ഹിയർ. നെറ്റ്വർക്ക് not clear. Okay Sridevi, thank you. I don't know why. ഇപ്പം ഓക്കെ ആണ് എന്ന് തോന്നുന്നു അല്ലേ? Still issues. Now it's okay, fine. Okay, let's see. എന്തെങ്കിലും ഇത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി മേ ഹാവ് ടു ക്യാൻസൽ ടുഡേയ്സ് ക്ലാസ്. അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ക്ലാസ് വെക്കാം കേട്ടോ. ഐ മീൻ എഡിറ്റോറിയൽ ഡിസ്കഷൻ വെക്കാം. ഇത് പെർസിസ്റ്റ് ചെയ്യാണ്, ഒട്ടും തന്നെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി വിൽ കീപ്പ് ഇറ്റ് ഫോർ ടുമോറോ. ഓക്കെ, യെസ്. നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടേക്കണേ, എനിക്ക് മനസ്സിലാവണില്ല വെദർ ദിസ് ഇസ് ഫൈൻ ഓർ നോട്ട്. ഓക്കെ, ഫൈൻ. സോ ആസ് ഓഫ് നൗ ഇപ്പം വലിയ പ്രശ്നമില്ലാതെ പോകുന്നു തോന്നുന്നു. സോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തായിരുന്നു എന്ന് വെച്ചാൽ 2026 ആദ്യത്തോടുകൂടി, ബിഗിനിങ്ങോടുകൂടി ചൈന ഒരു പാരഡോക്സ്, ഒരു ഐറണി കൊണ്ടുവന്നേക്കുന്നത് എന്താ വെച്ചാൽ, ഇക്കണോമിക് ചാലഞ്ചസ് ഒരുപാടുണ്ട് എങ്കിൽ പോലും അവരൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവിടെ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ പൊളിറ്റിക്കൽ കൺട്രോൾ അവർ ഡൊമസ്റ്റിക്കലി, അതായത് രാജ്യത്തിൻ്റെ ഉള്ളിൽ അവർ പൊളിറ്റിക്കൽ കൺട്രോൾ കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടൈസും അവർ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പുറം രാജ്യങ്ങളുമായിട്ടുള്ള അസേർട്ടീവ് ആണ്, വളരെ സ്ട്രോങ് ആയിട്ടാണ്, എന്നാൽ അതുപോലെ ആങ്ഷ്യസുമാണ് അവർ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചൈനയുടെ പോസ്റ്റർ, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു ഷിഫ്റ്റ്, യു എസിന് ബീജിങ്ങിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അവരോടുള്ള ഒരു പെരുമാറ്റം, അതുപോലെയുള്ള ന്യൂഡൽഹിയുമായിട്ടുള്ള ഒരു അകൽച്ച. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ പോലും, ഇന്നത്തെ ഇതിൽ പോലും ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തിയുക്തം ഇന്ത്യയെ എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ അസ്വാരസ്യങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇസ്ന്റ് ഇറ്റ്? ഈ ഒരു സ്ട്രാറ്റജിക് സ്പേസ് എന്ന് പറയുന്നത് ഒരു ഫ്രോട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെ
മാനേജ് ചെയ്യാനായിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് വഴിവെക്കുകയാണ് അല്ലേ. അതായത് ഫോറിൻ പോളിസിയിൽ നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഫോറിൻ പോളിസിയിൽ ഇന്ത്യ ഇപ്പോൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത്. ഓക്കെ, സോ ഈ ഫോറിൻ പോളിസി കാൽക്കുലസിൽ നമ്മൾ നോക്കുമ്പോൾ, ഒരു കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മെത്തേഡാണ്. ഓക്കെ, ലൈക്ക് ഒരു റീസണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ മെത്തേഡ്. ഇത് വാഷിങ്ടനെ സംബന്ധിച്ചിടത്തോളം, ബീജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കോംപ്ലക്സിറ്റീസ് കൂടി വരുന്നതല്ലാതെ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഒരു സ്മൂത്ത് വേ ഓഫ് ഹാൻഡിലിംഗ് അല്ല നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 2026 ആരംഭിക്കുമ്പോൾ തന്നെ ചൈന ഒരു പാരഡോക്സ് ആണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെ അവരങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. സാമ്പത്തികമായിട്ട് വെല്ലുവിളികൾ ഉയർത്തുന്ന രാജ്യമാണ് എങ്കിൽ പോലും തന്ത്രപരമായിട്ട് ഒരു ആത്മവിശ്വാസം അവരിൽ പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ട് രാഷ്ട്രീയ നിയന്ത്രണങ്ങൾ അവർ ഏർപ്പെടുത്തുന്നതും കർശനമാക്കുന്നതിനോടൊപ്പം തന്നെ വിദേശത്തുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ്, നയതന്ത്രപരമായിട്ടുള്ള ഒരു ടൈസ് ഉണ്ടാക്കുകയും ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് ചൈനയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ കാര്യം വരികയാണെങ്കിൽ ചൈനയുടെ ഈ നിലപാട് ബീജിങ്ങിനോടും ന്യൂഡൽഹിയോടുമുള്ള അമേരിക്കയുടെ ഒരു സമീപനം, ഇതിൻ്റെ മാറ്റം. ഓക്കെ, സോ ഇന്ത്യയുടെ ഇടം, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഇടം എന്ന് പറയുന്നത് എന്താണ്, ചുരുക്കുകയും വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ. ഈ ചൈനയുടെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു 2000 അൺടിൽ ലേറ്റ് 2024 വരുമ്പോൾ ഒരു ട്രാക്ക് 2 ഡയലോഗ്സ് എന്ന് പറയുന്ന ഒരു പാൽപ്പബിൾ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. പാൽപ്പബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീപ്പ് കൈൻഡ് ഓഫ് ആങ്സൈറ്റി. അതായത് ചൈനീസ് സ്പീക്കേഴ്സിൻ്റെ ഇടയ്ക്ക്, ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ US വേണ്ടി സംസാരിക്കുന്നവരുടെ ഇടയ്ക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ആങ്സൈറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഇക്കണോമിക് സ്ലോ ഡൗണും അതുപോലെ തന്നെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കൺട്രോൾ, കണ്ടെയ്ൻമെൻറ്റ് മീൻസ് എ കൺട്രോൾ. ഓക്കെ, 2025 മിഡിലോടുകൂടി അവർ ആ മൊമെൻറ്റം, ഇക്കണോമിക് സ്റ്റെബിലിറ്റിയിലേക്കുള്ള ഒരു മൊമെൻറ്റം അവർക്ക് റീഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അത് ഒരു അമിതമായിട്ടുള്ള അഹങ്കാരം അല്ലേ, ഹ്യൂബ്രിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസീവ് പ്രൈഡ് ഓർ സെൽഫ് കോൺഫിഡൻസ് അല്ലേ, ആത്മവിശ്വാസത്തിൻ്റെ കൂടുതൽ അമിതമായ ആത്മവിശ്വാസം, അത് ബീജിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിറ്റിയിൽ ഫുള്ളി ഫിൽഡ് ആക്കുകയാണ് ചെയ്തേക്കുന്നത്. അതായത് 2024 കൂടി നമുക്കറിയാം സാമ്പത്തികമായിട്ട് നമ്മൾ ക്ലാസ്സിൽ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്ക് ഒരുപാട് അമിത ബാധ്യതകൾ വരുന്നുണ്ട്. പ്രായമായ ജനങ്ങളുടെ എണ്ണം അവിടെ കൂടുതലാണ്. പെൻഷൻസ് നൽകുന്നതിൻ്റെ ഒരുപാട് പൈസ, അതായത് ഒരുപാടധികം സാമ്പത്തികമായിട്ട് ബാധ്യതകൾ അവർക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇക്കണോമിക് റിലേഷൻസും കാര്യങ്ങളും ട്രേഡ് റിലേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. എങ്കിലും അവർ 2025 മധ്യത്തോടു കൂടി ഇതൊക്കെ ഒന്ന് ആക്സലറേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു അഹങ്കാരത്തിൻ്റെ രീതിയിലേക്ക് തിരിഞ്ഞു എന്നത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ, പല ആൾക്കാരും ചൈന എന്ന് പറയുന്നത് ഒരു റീകാലിബ്രേറ്റഡ് ഒരു റീസെറ്റ് ചെയ്തിരിക്കുന്നു, പവർ കോമ്പറ്റീഷൻ വിത്ത് യുഎസുമായിട്ടുള്ള ഒരു പവർ കോമ്പറ്റീഷനിൽ റീസെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ചൈന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ഇൻക്രീസൽ ഡോമിനേഷൻ, ഒരു എന്താ പറയുക, അവരുടെ ഡോമിനേഷൻ അവിടെ, അവരുടെ ഏകാധിപത്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഏകാധിപത്യം നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ അവരുടെ ആ ഉയർന്നു നിൽക്കുന്ന അവസ്ഥ വളരെ കൂടാനായിട്ട് സഹായകരമായിട്ടുമുണ്ട്. സോ ദിസ് ഈസ് എ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ഇൻ ട്രേഡ് ആൻഡ് ടാരിഫ് ഡിസ്പ്യൂട്ട്സ്. ട്രേഡിലും ടാരിഫിലും ഇപ്പോൾ US അമിത നികുതിയൊക്കെ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കൂട്ടുന്നതല്ലാതെ അവർ കുറയ്ക്കുന്നില്ല എന്ന് റഷ്യയുമായിട്ടുള്ള കരാറ് ഇന്ത്യ വിച്ഛേദിച്ചെങ്കിൽ മാത്രമേ US നികുതി കുറയ്ക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുകൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെയാണ് ചൈനയ്ക്കും. പക്ഷെ ചൈന എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റാണ്. ഇന്ത്യയെ പോലെ അല്ല ചൈന. ചൈന ഈസ് എ ബിഗർ മാർക്കറ്റ്. അപ്പോൾ അമേരിക്കയ്ക്ക് എന്താ പറയുക, അമിതമായിട്ടുള്ള തീരുവ ഏർപ്പെടുത്തുന്നതിന് സമയപരിധി ചൈനയ്ക്ക് കുറച്ച് നീട്ടിക്കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താ പറയുക, ഇറ്റ് ഹാസ് ബൂസ്റ്റഡ് ചൈനാസ് എക്സ്പാൻഡിങ് അല്ലെ, എവിടെ ഗ്ലോബൽ സൗത്തിലേക്ക് ചൈന എക്സ്പാൻഷൻ ചെയ്യുന്നതിനും അതുപോലെ
ദി അലൈൻമെൻറ്റ് വിത്ത് റഷ്യ, അതുപോലെ തന്നെ കീ റിലേഷൻസ് വിത്ത് നോട്ടബിൾ എക്സെപ്ഷൻ ഓഫ് ജപ്പാൻ വിത്ത് ഓൾട്ടറിങ് കോർ പൊസിഷൻസ്. അതായത് അവരുടെ എന്താ പറയുക, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, അതുപോലെ തന്നെ ട്രേഡ് റിലേഷൻസ്, ഇക്കണോമിക് ടൈസ്, ഇതെല്ലാം വളരെ സ്മൂത്ത് ആക്കാനും ചൈനയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന എന്താണ്, ചൈനയുടെ മനോഭാവത്തിൽ വന്നൊരു മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. 2025 നിന്ന് 24 ഒരു മന്ദത അല്ലെ, ഒരു സ്ലോ ആയിട്ടുണ്ടെങ്കിൽ, എന്നാൽ 2025 എന്താണ്, അതൊരു പുനർജീവിക്കുക എന്നുള്ളൊരു രീതിയിൽ ആത്മവിശ്വാസം കൂടി, ചിലപ്പോൾ അഹങ്കാരം ചേർന്നതോടുകൂടിയാണ്. അതുപോലെ തന്നെ അമേരിക്കയുമായിട്ടുള്ള പുതുക്കിയ ഒരു എന്താ പറയുക, മത്സരം തന്നെ ഉണ്ട് ചൈനയ്ക്ക്. അവർക്ക് അതിന് കുറച്ച് അഡ്വാൻറ്റേജ് പൊസിഷനിൽ എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യാപാരം, അതുപോലെ താരിഫ് തർക്കങ്ങളിൽ തന്ത്രപരമായിട്ട് ദേ വെയർ ഏബിൾ ടു ഹാവ് എ ഡിപ്ലോമാറ്റിക് ടൈസ് വിത്ത് ദീസ് കൺട്രീസ് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഗ്ലോബൽ സൗത്തിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. റഷ്യയുമായിട്ടുള്ള അടുപ്പം, അതുപോലെ ജപ്പാൻ ഒഴികെയുള്ള ബാക്കിയുള്ള പ്രധാന ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവ്, ഇവയൊക്കെ ഈ ആത്മവിശ്വാസത്തിൻ്റെ ശക്തി കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? യെസ്, കുറച്ചൊരു ഞാൻ പറഞ്ഞില്ല, ഇത്തിരി കൺഫ്യൂസിങ് ആണ്, ബട്ട് സ്റ്റിൽ വായിക്കുന്നത് നല്ലതായിരിക്കും. Beneath this confidence lies the leadership aware of structural challenges at home and difficult international environment. അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തും ഈ ഒരു സ്ട്രക്ചറൽ ചാലഞ്ച് എന്തുമാത്രമാണ് എന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. ഒരു ഫോർത്ത് പ്ലീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാലാമത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CCP എന്ന് പറയും, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ 4th പ്ലീനറി സെഷനെയാണ് 4th പ്ലീനം എന്ന് പറയുന്നത്. ഒക്ടോബർ 2025 ഇത് കൂടുകയുണ്ടായി. അവിടെ സെൻട്രൽ എക്കണോമിക് വർക്ക് കോൺഫറൻസ് ഡിസംബറിൽ പ്രസിഡന്റ് Xi Jinping അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു നാഷണൽ സെക്യൂരിറ്റി കൂട്ടുന്നതിനോടൊപ്പം തന്നെ ടെക്നോളജിക്കലി സെൽഫ് റിലയൻ്റ് ആകുന്നതും, അതുപോലെ റിയൽ എക്കണോമി എന്താണ് എന്ന് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ഓർഗനൈസ് ചെയ്ത് കാണിക്കുന്നതിനും ഒക്കെ ഉള്ള ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞ് വെക്കുകയുണ്ടായി. സോ എന്താ പറയുക, ഈ ഒരു കോൺഫറൻസിൽ ഒക്ടോബറിൽ നടന്ന കോൺഫറൻസ്, അതുപോലെ ഡിസംബർ മാസത്തിൽ നടന്ന സെൻട്രൽ ഇക്കണോമിക് വർക്ക് കോൺഫറൻസ് എന്നിവയിൽ പ്രസിഡന്റ് പറഞ്ഞ എന്താ വെച്ചാൽ, ദേശീയ സുരക്ഷ, അതുപോലെ തന്നെ സാങ്കേതിക സ്വയം പര്യാപ്തത എന്നിവ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നയ തത്വങ്ങളായിട്ട് അവർ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. അതുപോലെ ഇന്റേണലി ഇതിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും അവരെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കയറ്റുമതിക്ക് തന്നെയാണ്. എക്സ്പോർട്ടിനാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇക്കണോമിക് സ്ട്രെയിൻസ് ആൻഡ് ദ ടേൺ ഇൻവേർഡ്. എന്തെല്ലാം ഇക്കണോമിക് സ്ട്രെയിൻസ് ആണ് അവർക്കുള്ളത് എന്നാണ് പറയുന്നത്. ചൈനയുടെ 2025 ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ ഫിഗറിനെക്കാളും കുറച്ചുകൂടെ വീക്കറാണ് എന്നാണ് പറയുന്നത്. ഒരു 5% വീക്കറാണ്. ഓക്കെ, ഡൊമസ്റ്റിക് ഡിമാൻഡ് എപ്പോഴും എന്തുകൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രോപ്പർട്ടി സെക്ടറിലാണെങ്കിലും അത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ഓക്കെ എന്നാണ് പറയുന്നത്. സോ ഡിഫ്ലേഷണറി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ മീൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഒരു ഇക്കണോമിക് ഡിഫ്ലേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇക്കണോമിക് സാമ്പത്തികമായിട്ട് എന്താ പറയുക, ഡിഫ്ലേഷൻ സംഭവിക്കുന്നത് മൂലമുള്ള പ്രഷറുകൾ, അതുപോലെ തന്നെ ഒരു സ്ലോ ഡൗൺ ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി, അതുപോലെ തന്നെ എന്താ പറയുക, വോമായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് പ്രോഫിറ്റ്, ഇതെല്ലാം പേഴ്സിസ്റ്റ് ചെയ്യുന്നു. സോ ലോക്കൽ ഗവൺമെൻറ് എന്താണ് ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? ഫിസിക്കൽ സ്ട്രെസ്സ്, ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നുള്ള സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് നമ്മൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നൊരു സാഹചര്യം. അപ്പോൾ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏകദേശം എന്താ പറയുക, ഉൽപ്പാദന വിലകൾ 38 മാസത്തോളം 38 മന്ത്സോളം കോൺസിക്യൂട്ടീവ് മന്ത്സോളം നെഗറ്റീവായിട്ടുള്ള നിലയിൽ തുടർന്നു പോകുന്നു. അതായത് ഉൽപ്പാദനക്ഷമത കുറഞ്ഞു, അതുപോലെ കുറഞ്ഞ കോർപ്പറേറ്റ് ലാഭം, ഇതെല്ലാം നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഒരു ധനസമ്മർദ്ദം നേരിടുക, അതാണ് ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നേരിട്ടോടുകൂടി പ്രോത്സാഹന നടപടികൾ, സ്റ്റിമുലസ് ഓപ്പറേഷൻ, പ്രോത്സാഹന നടപടികൾ ഒരു പരിധിവരെ കുറയുകയുണ്ടായി. അതാണ് അവിടെ പറയുന്നത്. ഇത്
കോൺസെപ്ഷൻ കൺസ്യൂം ചെയ്യുന്നത് കൂട്ടുന്നതിന് പകരം ബീജിംഗ് എന്താണ് ചെയ്തത്? ഒരു സ്റ്റേറ്റ് ലെഡ് മോഡലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അവർ പ്രയോറിറ്റൈസ് ചെയ്ത് എന്താണ്? മാനുഫാക്ചറിങ്, സെമി കണ്ടക്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഗ്രീൻ എനർജി, ഡ്യുവൽ യൂസ് ടെക്നോളജീസ്. നമ്മളിതെല്ലാം നേരത്തെ ഒരുപാട് തവണയായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും അവർ റിപ്പീറ്റ് ചെയ്യുന്ന പല ആർട്ടിക്കിൾസിലായിട്ടത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് അവർ ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടേഴ്സ്, മാനുഫാക്ചറിങ്, ആർട്ടിഫിഷ്യൽ AI, ഗ്രീൻ എനർജി, ഡ്യുവൽ യൂസ് ടെക്നോളജി, ഇവ കാര്യങ്ങളെല്ലാം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു. ഓക്കെ, അതുപോലെ ഇൻഡസ്ട്രിയൽ പോളിസി സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്? ഹോൾ ചെയിൻ ബ്രേക്ക് ത്രൂസ് ആൻഡ് 15th 5-year plans underscore technological self-reliance and supply chain insulations. So ടെക്നോളജിക്കലി സെൽഫ് റിലയൻ്റ് ആകുക, അതുപോലെ സപ്ലൈ ചെയിൻ ഇൻസുലേഷൻ, ഇതാണ് 15ാമത്തെ 5-year പ്ലാനിൽ അവർ പറഞ്ഞ് വെക്കുന്നത്. 15ാമത്തെ, അതായത് ഉപഭോഗം എന്ന് പറയുന്നത് അവർ ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം ബീജിംഗ് എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ മാതൃക അവർ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അവർ ഏറ്റവും ആധുനികമായിട്ടുള്ള നിർമ്മാണങ്ങൾ, അതുപോലെ സെമി കണ്ടക്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഗ്രീൻ എനർജി, ഹരിത ഊർജ്ജം, അല്ലേ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾക്ക് മുൻഗണന നൽകി. ഇത് 2026-2030 കാലഘട്ടത്തിലുള്ള 15ാമത് പഞ്ചവത്സര പദ്ധതി, 5-year പ്ലാൻ, അല്ലേ. സാങ്കേതികമായിട്ട് സ്വയം പര്യാപ്തത, അതുപോലെ വിതരണ ശൃംഖലയിൽ ഇൻക്രീസ്, ഇൻസുലേഷൻ, എന്തായാലും പറയുക, ഒരു സംരക്ഷണം, ഇതൊക്കെ ഊന്നി പറയുന്നു 2026 to 2030. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഇത്തിരി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് you may have to face it. ഇൻവേർട്ട് ടേൺ, ഈ ഒരു എക്സ്റ്റേണൽ വേൾഡിൽ നിന്നും ഇൻറ്റേർണൽ വേൾഡിലേക്ക്, ഇത്രയും നാൾ അവർ പുറത്ത് കാര്യങ്ങൾക്കാണ് കൂടുതൽ പരിഗണന നൽകിയത് എങ്കിൽ അത് മറികടന്ന് കൂടുതലായിട്ടും സ്വന്തം രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലേ, ചൈനയുടെ എക്സ്പോർട്ട് ഡിപ്പെൻഡ്സ് ഗ്രോത്ത് ടു കോമ്പൻസേറ്റ് ദ വീക്കർ ഡൊമസ്റ്റിക് ഡിമാൻഡ്, അല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അകത്തെ ഡൊമസ്റ്റിക് ഡിമാൻഡ് വളരെ കുറവാണ് എന്നതാണ്. ഓക്കെ, $1 മില്യണിൽ നിന്ന് $1 ട്രില്യൺ നിന്ന് കഴിഞ്ഞ 11 മാസം 2025 ആദ്യത്തെ 11 മാസത്തിൽ അവരുടെ സർപ്ലസ് ഏകദേശം $1 ട്രില്യൺ കടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇതൊരു ഗ്ലോബൽ വാല്യൂവിൽ ചൈനയുടെ മാനുഫാക്ചറിങ്ങും അതുപോലെ ഹൈ എൻഡ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് ഇലക്ട്രിക് വെഹിക്കിൾസ്, ബാറ്ററി, സോളാർ പാനൽസ്, ഇൻഡസ്ട്രിയൽ മെഷീനറി, ഇതിലൊക്കെ ചൈനയുടെ മേൽക്കോയ്മ എന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി ചൈന ഷോക്ക് 2.0 കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചൈന ഷോക്ക് 2.0 എന്ന് പറയുന്നത് ഒരു ചൈനീസ് എക്സ്പോർട്ടിൻ്റെ ഒരു ന്യൂ വേവ് ഓഫ് മൂവ്മെൻറ്റിനെയാണ് പറയുന്നത്. ഒരു ഹൈടെക് സെക്ടേഴ്സ് ലൈക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർസ്, ബാറ്ററി, ഇതെല്ലാം ഡൊമസ്റ്റിക് ഓവർ കപ്പാസിറ്റി ഫ്രം സ്റ്റേറ്റ് സബ്സിഡീസ് ആൻഡ് വീക്ക് ഇൻ്റർനാഷണൽ ഡിമാൻഡ് ത്രെറ്റനിങ് ടു ഡിസ്പ്യൂട്ട് ഗ്ലോബൽ മാർക്കറ്റ് ആൻഡ് ഇൻഡസ്ട്രീസ്. അതായത് അകത്ത് ഡിമാൻഡ് ഉണ്ട്, പക്ഷെ പുറത്ത് ഡിമാൻഡ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു മാർക്കറ്റിനെ ഡിസ്റപ്റ്റ് ചെയ്യാനായിട്ട് സഹായകരമാകാവുന്ന സാധ്യതയുള്ളതൊന്നായിരുന്നു ചൈന ഷോക്ക് 2.0 എന്ന് പറയുന്നത്. ഇത് അവരുടെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഇക്കണോമീസിനെ ഒരുപോലെ ഒരുപോലെ ബാധിച്ചു എന്ന് വേണം പറയാനായിട്ട്. IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ക്രതാലിയ ജിയോർജേവിയ അവർ വോൺ ചെയ്തിരുന്നു ഡിസംബറിൽ. ചൈന എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? എക്സ്പോർട്ടിനെയാണ്. ഓക്കെ, സോ ആ ഒരു ട്രേഡ് ടെൻഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ അഗ്രവേറ്റിംഗ് ആയിട്ട്, അനോയിങ് ആയിട്ട് ഒരു എക്സ്പോർട്ടിങ് എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് IMFൻ്റെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ അഡ്വാൻറ്റേജസ് ഇൻ സ്കെയിൽ, ടെക്നോളജി ആൻഡ് സിസ്റ്റം വൈഡ് എഫിഷ്യൻസി, ഒബ്വിയസ്ലി അവർ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. അവർ ട്രേഡ് റിലേഷനിൽ ഇന്ത്യയെക്കാളും മേൽക്കോയ്മ കിട്ടുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ ഇൻപുട്സ്, അതായത് റെയർ
എർത്ത്, ബാറ്ററി, നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ചൈനയെ, എസ്പെഷ്യലി ഫോർ ബാറ്ററീസ്. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസ് നിർമ്മിക്കുന്നതിനുള്ള ബാറ്ററീസിന് വേണ്ടിയിട്ട് ചൈനയെ നമ്മൾ ടു മച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ ആർട്ടിക്കിളിൽ നമ്മൾ വായിച്ചിരുന്നു ആഫ്രിക്കയിൽ എന്തുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ കൂടുതൽ ഇൻഡസ്ട്രീസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, എന്തുകൊണ്ട് ബിസിനസ് എക്സ്പാൻഷൻസ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ ഒരു പ്രസൻസ് കൂടുതലാണ് എന്നതാണ്. ഓക്കെ, സോ അവരുടെ ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് 110 ബില്യൺ 2025 കൂട്ടാനായിട്ട് അവർക്ക് സാധിച്ചേക്കും എന്നത് തന്നെയാണ്. ഓക്കെ, ബട്ട് ഇൻറ്റൻസിഫൈഡ് വൾണറബിലിറ്റീസ്, കുറച്ച് ഡേഞ്ചേഴ്സ് അവർക്കുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസ് ടു ഇലക്ട്രോണിക്സ്, ഗ്രീൻ എനർജി ആൻഡ് റെയർ എർത്ത് മാഗ്നറ്റ്സ്. ഇതിൽ ഡെഫിനറ്റ്ലി അവർക്ക് കുറച്ച് ഇൻസെക്യൂരിറ്റീസും നിലനിന്ന് വരുന്നു. സോ IMFൻ്റെ ഒരു മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആഗോള വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാതെ ചൈനയ്ക്ക് കയറ്റുമതിയിലൂടെ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സ്ലോ ഡൗൺ പ്രോസസ്സ് ക്രോസ് ചെയ്ത് കടക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത്. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ എന്താ പറയുക ഈ ഒരു ലാർജ് സ്കെയിൽ ഓഫ് അഡ്വാൻറ്റേജസ്, അതുപോലെ സാങ്കേതിക വിദ്യ, അവരുടെ സിസ്റ്റം വൈഡ് എഫിഷ്യൻസി അല്ലെ, നിർണായകമായ ഇൻപുട്ടുകളിലേക്കുള്ള അവരുടെ നിയന്ത്രണം എന്നിവ 2025 ഏകദേശം $110 മില്യൺ കടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അവർ ചില സ്ഥലങ്ങളിൽ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. ഫാർമസ്യൂട്ടിക്കൽസിൽ, ഇലക്ട്രോണിക്സിൽ, അതുപോലെ ഗ്രീൻ എനർജി, അപൂർവമായിട്ടുള്ള എർത്ത് മാഗ്നറ്റ്സ്, ഈ വക കാര്യങ്ങളിലെ മേഖലകളിൽ ചൈന ദൗർബല്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇവിടെ നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആർട്ടിക്കിളുമായിട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. ഇന്ത്യ എന്തുകൊണ്ട് ആഫ്രിക്കയുമായിട്ടുള്ള ടൈസ് കൂടുതലാക്കണമെന്ന് വെച്ചാൽ ചൈന ഡെഫിനറ്റ്ലി ഈസ് ഇനിഷ്യേറ്റിംഗ് എ റിലേഷൻ വിത്ത് ആഫ്രിക്ക എന്നുകൂടെ പറഞ്ഞു വെക്കുന്നു. ഓക്കെ, ഇനി ഡൊമസ്റ്റിക്കലി ആഭ്യന്തരപരമായിട്ട് അവരെന്താ പറയുന്നത്, 2025 എന്ന് പറയുന്നത് കൂടുതൽ ഒരു രാഷ്ട്രീയ ഏകീകരണം, പൊളിറ്റിക്കൽ കൺസോളിഡേഷൻ അല്ലേ, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഇൻഫോർമേഷൻ കൺട്രോൾ, റീഇൻഫോഴ്സ് ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻസ് ആൻഡ് എക്സ്പാൻഡഡ് റെമിറ്റഡ് നാഷണൽ സെക്യൂരിറ്റി. സോ വിവര നിയന്ത്രണം ശക്തിപ്പെടുത്തുക, സൈനികമായിട്ടുള്ളതും രാഷ്ട്രീയ സംവിധാനത്തിലെ ദൗർബല്യങ്ങൾ ആരെ അറിയിക്കുക, ജനറൽസിനെ അറിയിക്കുക, ഇങ്ങനെ കൂട്ടമായിട്ടുള്ള പിരിച്ചുവിടലുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ലേ. സോ പാർട്ടി സ്റ്റേറ്റ് എവിഡൻസ്, ലാർജ് സ്കെയിൽ സാക്കിംഗ് ഓഫ് ജനറൽസ് അല്ലെ, ഡിസ്മിസൽ ഓഫ് ജനറൽസ്, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ PLA എന്താണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ കൺവെൻഷണൽ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് അവർ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ എമർജിംഗ് ന്യൂക്ലിയർ ഡോക്ട്രിൻ ഷിഫ്റ്റ് സച്ച് ആസ് മൂവ്മെന്റ് ടുവേർഡ്സ് ഏർലി വാർണിംഗ് കൗണ്ടർ സ്ട്രൈക്ക് പോസ്റ്റേഴ്സ് സജസ്റ്റ് എ മോർ അസേർട്ടീവ് ആൻഡ് റിസ്ക് ടോളറന്റ് മിലിറ്ററി അല്ലേ. അവിടെ മിലിറ്ററിയിലൂടെ അഴിച്ചുപണി തന്നെ നടക്കുന്നുണ്ട്. സോ ഈ ആണവ നയമാറ്റങ്ങൾ, കൂടുതലായിട്ടുള്ള അക്രമവും അപകട സാധ്യതയും സ്വീകരിക്കുന്നതിന് സൈനിക നിലപാട് സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇൻക്രീസിങ് എ കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു അൺസർട്ടനിറ്റി, അല്ലെങ്കിൽ ഏത് സമയവും വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യത, അല്ലെങ്കിൽ അവർ അക്രമത്തിലേക്ക് വഴിതിരിച്ചു വിടാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നും പറഞ്ഞു വെക്കുന്നു. സോ ഇവിടെ ഒരു ഗ്രേറ്റ് പവർ ഡൈനാമിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവുമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഡെവലപ്മെൻറ്റ്, ഒരു മഹാശക്തി രാഷ്ട്രീയം എന്ന് നമുക്ക് വേണേൽ പറയാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വെല്ലുവിളികളും ഇവിടെ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു വെക്കാവുന്നതാണ്. ഏറ്റവും കോൺസിക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് US ചൈന റിലേഷൻഷിപ്പിൻ്റെ ഡൊണാൾഡ് ട്രംപ് 2.0 അല്ലേ. സെക്കൻഡ് ടേമിൽ വന്നപ്പം US നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി 2025 പ്രകാരം ചൈന എന്ന് പറയുന്നത് ഒരു സിസ്റ്റമിക് റൈവലായിട്ടല്ല അവർ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പേര് മാറ്റി അവർ ആദ്യം ചൈനയെ കൺസിഡർ ചെയ്തത് എന്താണ്, ഒരു സമഗ്രമായിട്ടുള്ള ഒരു ശത്രുവായിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ അവർ ചൈനയെ കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അവർ സാമ്പത്തികമായിട്ടൊരു മത്സരാർത്ഥി മാത്രമായിട്ടാണ് ചൈനയെ കാണുന്നത്. സോ ആ റിലേഷൻ്റെ ഒരു എന്താ പറയുക ഒരു ഇൻറ്റൻസിറ്റി അവിടെ നമുക്ക് വ്യത്യസ്തമായിട്ട് രീതിയിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ ഇൻഡോ പസഫിക്, ഇത് നമ്മൾ വളരെ ഈ ഏകദേശം 2025 മിഡിലോടുകൂടി നമ്മൾ പറഞ്ഞതാണ് ഇൻഡോ പസഫിക് അല്ലേ, സ്ട്രാറ്റജിക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് മാറിയിരിക്കുന്നു. ഓക്കെ, സോ അതിൻ്റെ ഒരു മുൻഗണന നഷ്ടപ്പെട്ട് ഒരു വെസ്റ്റേൺ
ഹെമിസ്ഫിയറിന് പ്രാധാന്യം, അല്ലെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ ഇസ് ടേക്കിംഗ് പ്രിസിഡൻസ്, സുപ്പീരിയോറിറ്റി എന്ന് നമ്മൾ പറയുകയാണ്. സോ ഒരു അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിലേക്ക് കടന്നിരിക്കുന്നു. ഓക്കെ, സോ അമേരിക്കയുടെ മിലിറ്ററി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വെനിൻസുലയിലെ കേസ് നമ്മൾ എടുക്കുകയാണ്, വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന ഡെവലപ്മെൻറ്റ്സ് അല്ലേ, അവരുടെ ആ റെജീം, അവരുടെ ചേഞ്ച് ഓഫ് അപ്രോച്ച് അല്ലേ, ഇത് ചൈനീസ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റിനെയും സീരിയസ്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ബീജിങ്ങിൽ നിന്നൊരു ഷാർപ്പ് റിയാക്ഷനും അതുപോലെ US-ചൈന സ്ട്രാറ്റജിക് റൈവൽറിയും ഒരു ഇൻടാക്റ്റ് ആയിട്ട് തന്നെ നിലനിന്ന് പോകുന്നു അല്ലേ. അമേരിക്കയുടെ സൈനിക ഇടപെടലുകൾ ചൈനീസ് താല്പര്യങ്ങളെ ഡെഫിനറ്റ്ലി അത് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ US-ചൈനയുടെ വൈരുദ്ധ്യം ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഒരു ട്രംപ് ഷീ ഒരു കോൺഫറൻസ് നടക്കുകയുണ്ടായി വളരെ റീസെൻ്റ്ലി. അപ്പോൾ അതിനകത്ത് മീറ്റിങ്ങിൽ പറഞ്ഞേക്കുന്നത് ബുസാനിൽ വെച്ചിട്ടാണ് അത് നടന്നത്, കഴിഞ്ഞ ഒക്ടോബറിലാണ് നടന്നത്. അവരതിനകത്ത് ഒരു 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 പരിധിവരെയെങ്കിലും ഒരു ഡി എസ്കലേഷൻ, ഒരു സംഘർഷ ശമനം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള താരിഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ എക്സ്പോർട്ട് കൺട്രോളിലുള്ള ഈസിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും നടന്നുവെങ്കിലും ഒരു ബാർഗെയിൻ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ G2 ഓവർലേയുടെ ഒരു പെർസെപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു അൺസ്പോക്കൺ കോർഡിനേഷൻ അവിടെ അതിന് മുകളിലൊരു തടസ്സം നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു ഹാസ് സീരിയസ് കോൺസിക്വൻസസ് ആസ് ഈവൻ ലിമിറ്റഡ് China-US അക്കോമഡേഷൻ കൺ കൺസ്ട്രെയിൻ ദ ചോയ്സ് ഓഫ് അതർ സ്റ്റേറ്റ്സ്. അപ്പം മറ്റ് രാജ്യങ്ങളിൽ ഇത് നമ്മൾ ആക്ച്വലി സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇത് കൂടുതൽ എന്താ പറയുക പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഈവൻ ദോ അമേരിക്കയും ചൈനയുമായിട്ടുള്ള റിലേഷൻസും ടൈസും ഒക്കെ കുറച്ച് സ്മൂത്ത് ആൻഡ് ആയി കഴിഞ്ഞ ഒരു എന്താ പറയുക മീറ്റിംഗ് ബിറ്റ്വീൻ ദ ടു പ്രസിഡൻസ് മീറ്റിങ്ങിൻ്റെ അവസാനം ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആൻഡ് ആയി എങ്കിൽ പോലും US-ഉം ചൈനയും തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഡെഫിനറ്റ്ലി അവിടെ നിലനിന്ന് പോകുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് എഫക്റ്റഡ് ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയെ ഒരു സോബറിങ് ആണ്, അതായത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇംപ്ലിക്കേഷനാണ് ഇവിടെ സംഭവിക്കുക. കാര്യം എന്താ വെച്ചാൽ US-ഇന്ത്യ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. ട്രേഡ്, റഷ്യ, പാകിസ്ഥാൻ ഇങ്ങനെയുള്ള പല ഘടകങ്ങളും വെച്ച് അതവിടെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. US ഒരു ചൈനീസ് ഹെജമണി ഇൻ ഏഷ്യ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് അല്ലേ ആസ് എ സ്ട്രാറ്റജിക് കൗണ്ടർ ടു ചൈന എന്ന് കാണുന്നുണ്ട്. അതായത് ചൈനയുടെ മേൽക്കോയ്മ ഏഷ്യയിൽ വരുന്നത് ഒരു പരിധിവരെ തടയാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കുന്നു, ഇന്ത്യയുമായിട്ടുള്ള ഒരു ടൈസ് നിലനിർത്തി പോകാനായിട്ട് US നിർബന്ധിതമാകുന്നുണ്ട്. പക്ഷെ ചൈന ബിലീവ് ചെയ്യുന്ന എന്താണ്, അവർ ഏകദേശം ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് US-ന് മേലെ നേടിയിട്ടുണ്ട് എന്ന് ചൈന വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ ചൈനയുടെ സ്പീക്കേഴ്സ്, ലോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ സ്പീക്കേഴ്സ്, ചൈനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ, അവർ ആർഗ്യൂ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോഴും ഇൻട്രസ്റ്റ് കാണിക്കുന്ന എന്താണ്, സ്റ്റെബിലൈസിങ് റിലേഷൻസ് വിത്ത് ചൈനയുമായിട്ടുള്ള റിലേഷൻ സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ US-ഉം ഇന്ത്യയുമായിട്ടുള്ള ഒരു ടൈസ് അവിടെ ഏറ്റവും ഒരു എന്താ പറയുക ടേർബുലൻറ്റ് ആയിക്കൊണ്ട് ഇരിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് പെർസെപ്ഷൻസും ഇന്ത്യയുടെ കൺസേൺസ് കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ചൈനയ്ക്ക് സഹായകരമാവുന്നുണ്ട്. സോ ഇതിൻ്റെ ഗൗരവമേറിയത് തന്നെയാണ് ഇന്ത്യയുടെ ഫലങ്ങൾ. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് ട്രേഡ് റിലേഷൻസ് റഷ്യ, പാകിസ്ഥാൻ മുതലായ പല ഘടകങ്ങളിലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നതകൾ ഇവിടെയുണ്ട്. അതുപോലെ ചൈനയുമായിട്ടുള്ള താല്പര്യത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം കുറഞ്ഞതായിട്ട് ബീജിങ് കരുതുന്നു. അതുപോലെ ഇന്ത്യയുടെ ആശങ്കകളോട് ചൈന കൂടുതൽ എന്താ പറയുക അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. ഓക്കെ, ഇനി വരികയാണെങ്കിൽ ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് കൂടുതലായിട്ട് അവർ പറയുന്നുണ്ട്. ഒരു യൂറോപ്പുമായിട്ട് എന്താണ് ട്രാൻസ് അറ്റ്ലാന്റിക് ടെൻഷൻസ്. ഇപ്പം ട്രേഡ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ സ്മൂത്ത് ഒന്നും അല്ല. സോ എന്താ പറയുക ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് ടെൻഷൻസ് കുറച്ച് കുറയ്ക്കുന്നതിന് പകരം ഒരു ബ്രസൽസ്, വാഷിങ്ടൺ, ചൈന ഇതൊരു ടഫ് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്
ചൈന ശ്രദ്ധിച്ചിരിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിലുള്ള സബ്സിഡീസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ഓവർ കപ്പാസിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് റെഫ്യൂസ് ചെയ്യുക, അതുപോലെ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡിഫൻസ് ആക്ഷൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും, സ്ട്രാറ്റജിക് ലിങ്കേജസ് വിത്ത് റഷ്യ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും യൂറോപ്പിനെയും ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക, റഷ്യൻ വാർ ഇൻ യുക്രൈൻ ഒരിക്കലും യൂറോപ്യൻ യൂണിയൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അല്ലേ. അപ്പം റഷ്യയുമായിട്ട് ഒരു ഇടപാട് നിലനിൽക്കുന്ന പല രാജ്യങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണിലെ കരട് തന്നെയാണ്, ഇസ്ന്റ് ഇറ്റ്? സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഇൻഡസ്ട്രിയൽ ഹോളോയിങ് ഔട്ട്, അതായത് ഹോളോയിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉൾഭാഗം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത് ചൈനയുടെ ഡിപ്പെൻഡൻസീസ് കൂട്ടുകയും അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ടത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു റിലേഷൻ്റെ ഒരു അസ്വാരസ്യങ്ങൾ ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്ത് പോകുന്നു. അതുപോലെ ചൈന മേജർ പവർ ടൈസ്, ഇതിൽ ചൈനയുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് മേജർ പവർ ടൈസ് അണ്ടർകട്ട് ബൈ ദ ഹാർഷ് റെസ്പോൺസ് ഓഫ് ദ ജാപ്പനീസ് പ്രൈം മിനിസ്റ്റർ കമൻറ്റ് ഓൺ തൈവൻ. അപ്പോൾ നമ്മളറിയാം ജപ്പാൻ ഒഴികെയുള്ള പല രാജ്യങ്ങളും എന്ന് നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ജപ്പാനുമായിട്ടുള്ള അത്ര ടൈസ് അവർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ടൈസ് അല്ല. ബീജിംഗ് സിഗ്നൽ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്ലിയർ ലിമിറ്റ് അവിടെ അവർ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും അക്കോമഡേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നും ക്ലിയർലി പറഞ്ഞു പോകുന്നു. ഇനി അദ്ദേഹം ഇവിടെ പറയുന്നത് ഗ്ലോബൽ സൗത്തിൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ചൈന കൃത്യമായ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ലീഡർ ആകാൻ തന്നെ ചൈന ശ്രമിക്കുന്നുണ്ട്. ഗ്ലോബൽ സൗത്തിൻ്റെ ഒരു പ്രമുഖമായ ഒരു സ്ഥാനം തന്നെ നിർവഹിക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഒരു കോസ്റ്റ് കട്ടിങ്, വെസ്റ്റേൺ കോസ്റ്റ് കട്ടിങ് ഇവിടെ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. അതുപോലെ സ്റ്റെപ്പിംഗ് BRI പ്രോജക്ട്സ്, ഡിപ്ലോമാറ്റിക് ഇനീഷ്യേറ്റീവ്സ്, ഇൻഫ്ലുവൻഷ്യൽ ഓപ്പറേഷൻസ്, ഇതിനെല്ലാം വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ എക്സ്പാൻഡ് ചെയ്യുന്ന പ്രസൻസ് എന്ന് പറയുന്നത് ഒരു ഒപ്പേക്ക് ഫിനാൻസിങ്, ഡെറ്റ് വൾണറബിലിറ്റീസ്, എൻവയോൺമെൻറ്റൽ കൺസേൺസ്, പൊളിറ്റിക്കൽ ലെവറേജ്, ഈ വക കാര്യങ്ങളിൽ ബീജിങ്ങിനെ കൂടുതൽ പ്രഷറൈസ്ഡ്, എക്കണോമിക്കലി ഡിപ്പെൻഡൻ്റ് ആക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക്. അപ്പോൾ അതായത് ടൈസ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുന്തോറും, തങ്ങളുടെ പ്രസൻസ് കൂടുതലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്തോറും ഒബ്വിയസ്ലി അവർക്ക് എക്സ്പോസ് ടു ഡേഞ്ചർ വളരെ കൂടുതലാണ് അല്ലേ. കടബാധ്യത കൂടുന്നു, എക്കണോമിക്കൽ കൺസേൺസ് ഒരു പ്രശ്നം തന്നെയാണ്, പൊളിറ്റിക്കൽ ലെവറേജ് അല്ലെ, ഇക്കണോമിക് ഡിപ്പെൻഡൻസ് കൂടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചൈനയ്ക്ക് സംഭവിക്കുന്നുണ്ട്. സോ ചൈന ഡിപ്പെൻഡിങ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഗൾഫ്, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഈ സ്ഥലങ്ങളിലെല്ലാം ചൈന അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആർക്കിടെക്ചർ ത്രൂ AIIB, NDB ആൻഡ് എക്സ്പാൻഡഡ് BRICS ആൻഡ് SCO, ഇത് ഓരോ ഓർഗനൈസേഷൻസ് ആണ്. ആൻഡ് മെനി കൺട്രീസ് റിമെയിൻ കോഷ്യസ് അബൌട്ട് ദ ലോസ് ഓഫ് പോളിസി ഓട്ടോണമി. സോ ചൈന അവരുടെ ലെവറേജ്, അവരുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്ത് അവരുടെ പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അപ്പോൾ പല രാജ്യങ്ങളും അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് തന്നെ ഇത് കാരണമായേക്കാമെന്ന് ഭയക്കുന്നുണ്ട്. ഓക്കെ, സോ സൗത്ത് ഏഷ്യ എന്നത് ഒരു ബോർഡറായിട്ട് ആര് കാണുന്നു? ചൈന കാണുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ PLA നേവി ഓപ്പറേഷൻസിൻ്റെ അവർ വളരെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ നേവി ഓപ്പറേഷൻസ് ഇന്ത്യൻ ഓഷനിൽ നടത്തുന്നതിനെ വളരെ നോർമലൈസ് ചെയ്താണ് ചൈന ഇത് കാണുന്നത്. പല കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇക്കണോമിക്സ്, മിലിറ്ററി, പൊളിറ്റിക്സ്, അതുപോലെ ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ അദ്ദേഹം ഒരു അവിയൽ പരുവത്തിലാണ് മെൻഷൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുമായിട്ടുള്ള ചൈനയുടെ റിലേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് പോയിന്റ്. കുറച്ചുകൂടെ ഉള്ളൂ. എനിക്കറിയാം ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് രീതിയിൽ മനസ്സിലായിട്ടില്ല, എങ്കിലും ഒരു ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ടുവേർഡ്സ് ദ എൻഡ്. ഇന്ത്യയുടെ ചൈനയുടെ റിലേഷൻസ് 2025 വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, അതായത് വളരെ ഇങ്ങനെ നമുക്കറിയാം അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങൾ, അനാവശ്യമായിട്ടുള്ളൊരു ഉരസലുകളൊന്നും വലിയ കാര്യമായിട്ടില്ലാത്ത ഒരു പ്രത്യേകിച്ച് പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലാണ് മുന്നോട്ടേക്ക് പോയിരിക്കുന്നത്. ഓക്കെ, സോ ഒരു സൂക്ഷ്മമായിട്ടുള്ള സ്ഥിരത ഉണ്ടായിട്ടുണ്ട്, എങ്കിലും വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിർത്തിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്,
ഒരു ഒരു സ്ഥിതി സ്ഥിരമാണ് അല്ലേ. പക്ഷെ സാധാ വെദർ ഇറ്റ് ഹാസ് കം ബാക്ക് ടു നോർമൽ സെൽഫ് ആയിട്ടില്ല അല്ലെ, ഒരിക്കലും പഴയ രീതിയിലേക്ക് നിലനിന്ന് പോന്നിട്ടില്ല. പഴയ രീതിയിലേക്ക് എന്ന് പറഞ്ഞ ഒരു നമുക്ക് എന്താ പറയുക, ബോർഡർ സെക്യൂർ ആണ്, അല്ലെങ്കിൽ കോൺഫിഡൻ്റ്ലി നമുക്ക് ഇപ്പോഴും ഗ്രേസിങ്ങിനാണെങ്കിലും നമ്മളുടെ ആൾക്കാർക്ക് അങ്ങോട്ടേക്കുള്ള ട്രാവൽ പെർമിറ്റ്സിനാണെങ്കിലും ഒക്കെ ഇറ്റ്സ് വെരി സ്ട്രഗ്ലിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഇവിടെ സമ്മിറ്റ് ലെവൽ മീറ്റിംഗ് ടിയാജിനിൽ ഒരു റീബിൽഡിങ് ആൻഡ് ഡാമേജ് റിലേഷൻഷിപ്പിന് വേണ്ടി നടത്തിയെങ്കിൽ പോലും ബോർഡറിൽ നോർമൽ ആയിട്ടില്ല കാര്യങ്ങളൊന്നും. ഒരു ഡി എസ്കലേഷൻ ആൻഡ് ഡി ഇൻക്ലൂഷൻ ഒന്നിനും സാധ്യമായിട്ടില്ല. ബഫർ സോൺസ് ഇന്ത്യക്ക് റെസ്ട്രിക്ഷൻ തന്നെയാണ്. പെട്രോളിംഗ് റൈറ്റ്സും അതുപോലെ ഗ്രേസിംഗ് ആക്സസ്, അവിടുത്തെ ആട്ടിടയന്മാർക്ക് കടന്നു കയറാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം റെസ്ട്രിക്ഷൻസ് തന്നെയുണ്ട്. ടെമ്പററി അറേഞ്ച്മെൻറ്റ് പെർമനൻ്റ് ആകുകയാണെങ്കിൽ ഒരു ഇൻക്രിമെൻ്റൽ ഗെയിൻ കൺസിസ്റ്റിംഗ് വിത്ത് ഗ്രേ സോൺ പ്ലേ ബുക്കിൽ ചൈനയ്ക്ക് നേടാനായിട്ട് സാധിക്കും. അതുപോലെ അത് ഇന്ത്യ എന്താ പറയുക, ചൈനയുടെ സമീപനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാന ആശങ്കകൾ പരിഹരിക്കുന്നില്ല എന്നത് വളരെ കറക്റ്റാണ്. അതുപോലെ ഘട്ടം ഘട്ടമായ സമീപനം ഒരു സ്വീകരിക്കുന്നുണ്ട് എന്നതാനും. ഓക്കെ, സോ ഈ ഒരു ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു കോർ കൺസേൺ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, സോ ചൈന പാകിസ്ഥാൻ ബാറ്റിൽ ഫീൽഡ് കൊല്യൂഷൻ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ് അല്ലേ. സോ മാസീവ് ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഇൻ ടിബറ്റ് നിയർ ദ ബോർഡർ, ഡിനയൽ ഓഫ് റെയർ എർത്ത് മാഗ്നറ്റ്സ്, ഡിലേയിങ് ഓഫ് ക്ലിയറിംഗ് കീ കമ്പോണൻസ്. നമ്മൾ ഒരു ആർട്ടിക്കിൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിൽ നിന്നും ചൈനീസ് സയൻറ്റിസ്റ്റുകളെ അല്ലെങ്കിൽ എൻജിനീയേഴ്സിനെ തിരിച്ചു വിളിക്കുന്ന അവസ്ഥ അല്ലേ. ഇപ്പം ഇങ്ങനെയുള്ളതെല്ലാം, അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ക്ലെയിംസ്, ടെററിസ്റ്റ് അല്ല ടെറിട്ടോറിയൽ ക്ലെയിംസ്, അവരുടെ പ്രദേശമാണ് അരുണാചൽ പ്രദേശിലെ പ്രദേശങ്ങൾ എന്ന് പറയുന്ന ആ ക്ലെയിംസ്, ഇതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്രൂവ്മെൻറ്റ് ടൈസിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. പക്ഷേ ഇന്ത്യ എന്ത് ചെയ്യണം, സെൻസിബിളി ഇത് ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഒരു കറണ്ട് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ, കോമ്പറ്റീഷൻ വിത്ത് ദ US ചൈനയ്ക്കുണ്ട്, ഇതാണ് ആകത്തുക എന്ന് പറയുന്നത്. സ്റ്റെബിലൈസേഷൻ ഓഫ് മേജർ റിലേഷൻഷിപ്പ് വിത്ത് ദ ഹാർഡ് ബോർഡ് ഡിപ്ലോമസി, വളരെ ഡിപ്ലോമാറ്റിക് ടൈസ് അവർ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഗ്ലോബൽ സൗത്തിൽ അവരുടെ ആ പ്രസൻസ് ഫെൽറ്റ് ചെയ്യാനായിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട്. അസേർട്ടീവ്നെസ് ഇൻ മാരിടൈം, നേവി അവരുടെ ഇന്ത്യൻ ഓഷ്യനിലുള്ള പ്രസൻസ് കൂടുതലാക്കുന്നുണ്ട്. അതുപോലെ ബോർഡർ അവരുടെ പോളിസീസ് അവർ തിക്കൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ദ PLA വിൽ പേഴ്സസ് വിത്ത് ഗ്രേ സോൺ ടാക്ടിക്സ് അവോയ്ഡിങ് മേജർ കൈനറ്റിക് ആക്ഷൻസ് അല്ലേ. സോ ചൈനയുടെ ഒരു നയതന്ത്ര മത്സരം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ളതാണ്. ഗ്ലോബൽ സൗത്തിലേക്കുള്ള അവരുടെ വ്യാപനം, അതുപോലെ ഭൂ അതിർത്തികളിലേക്കും ഉള്ള സമ്മർദ്ദം എന്നിവ തുടരാനാണ് സാധ്യത. സോ ഇന്ത്യ ഉടനടി അപകടങ്ങൾ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ എന്ത് ചെയ്യണം, സെൽഫ് റിലയൻസ്, അതുപോലെ തന്നെ internally we have to concentrate more on ടെക്നോളജിക്കൽ, അതുപോലെ തന്നെ വ്യവസായ ശേഷി ഇതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കണം. ശ്രമിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പിന്നിലായിരിക്കും എന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ന്യൂഡൽഹി മസ്റ്റ് പെർസ്യൂ കാലിബ്രേറ്റഡ് എൻഗേജ്മെൻറ്റ്സ് ടു റെഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ് റിസ്ക് അല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ അസിമെട്രിക്കൽ ആയിട്ടുള്ള ഡിറ്ററൻസ് ആൻഡ് ആക്സലറേറ്റിംഗ് ഡൊമസ്റ്റിക് ടെക്നോളജിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റീസ് അല്ലേ. നമ്മൾ ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റീസ് കൂട്ടിക്കൊണ്ട് വരണം ഡെഫിനറ്റ്ലി. അതുപോലെ എക്സ്റ്റേണൽ ബാലൻസിങ് റിമെയിൻസ് റെലവൻറ്റ്. എക്സ്റ്റേണലി നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള എന്താ പറയുക, നയതന്ത്ര ബന്ധം വളരെ ഊഷ്മളമാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഡിപ്പെൻഡബിലിറ്റി എന്തിൽ, US-ന്, ചൈന അങ്ങനെയുള്ള പല രാജ്യങ്ങളിലേക്കുള്ള ഡിപ്പെൻഡബിലിറ്റി ഇന്ത്യ കുറയ്ക്കുക. അപ്പം ഇങ്ങനെ ഒരു ലോങ് ഹോൾ അല്ലേ, നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കാണേണ്ട ഒരു സമയമാണ്. ഒരു ക്ലിയർ ആയിട്ടുള്ള റെസിലിയൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഇന്ത്യ കാണിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഇവരിവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചൈന ഡെഫിനറ്റ്ലി അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യാനായിട്ട് എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട്. ഈവൻ ദോ ഇന്റേണലി അവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എന്താ പറയുക, ഒരുപാട്
പല കാര്യങ്ങളും ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ പോലും ലോകരാജ്യങ്ങൾക്കിടയിൽ ട്രേഡ് റിലേഷൻസിൻ്റെ ഇടയിലാണെങ്കിലും ഗ്രോയിങ് പവർ എന്നുള്ള രീതിയിലാണെങ്കിലും ഡെവലപ്ഡ് നേഷൻ എന്നുള്ള രീതിയിലാണെങ്കിലും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈസ് എന്ന രീതിയിലാണെങ്കിലും അവരുടെ ചൈനീസ് മിലിറ്ററി ആൻഡ് നേവി സ്ട്രോങ് ആക്കുന്ന രീതിയിലാണെങ്കിലും ഒക്കെ അവരുടെ ഗ്ലോബൽ സൗത്തിലുള്ള പ്രസൻസ് എന്നൊക്കെ രീതിയിൽ അവർ വളരെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ എവിഡൻ്റ് ആണ്, ഇന്ത്യ ഈസ് കുറേ നാൾ കഴിയുമ്പോൾ ഇന്ത്യ വിൽ ബി നോവെയർ ഇൻ ദ പിക്ചർ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല രാജ്യങ്ങളുമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടൈസും കുറച്ചൊക്കെ എന്താ പറയുക കുറച്ചൊക്കെ താഴ്ന്നു കൊടുക്കുക എന്നുള്ളൊരു അപ്രോച്ചിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും കുറേ അധികം നമ്മൾക്കിത് വായിക്കുമ്പോൾ ശരിയാണ് എന്ന് തന്നെ തോന്നിപ്പോകുന്നുണ്ട്. ഓക്കെ, യെസ്. സോ ഒരു 5 ടോണാണ് എനിക്കിവിടെ കിട്ടിയത് എഡിറ്റോറിയലിൽ. ഒന്നാമത്തത് അനലിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് ആണ്. എഡിറ്റോറിയൽ വായിക്കുമ്പോൾ ഒരു ചൈനയുടെ ഡൊമസ്റ്റിക് എക്കണോമി, മിലിറ്ററി പോസ്റ്റർ, അവരുടെ ഡിപ്ലോമസി, അവരുടെ കോൺഫിഡൻസ്, ഇതിലൊക്കെ വളരെ അനലിറ്റിക്കലിയും സ്ട്രാറ്റജിക്കലിയും ഇദ്ദേഹം മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഷ്യസ്ലി ക്രിട്ടിക്കലാണ്. കാര്യം എന്താ വെച്ചാൽ ഒരു ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ആൻഡ് സ്ട്രാറ്റജിക് കോൺഫിഡൻസ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വൾണറബിലിറ്റീസ്, എന്തെല്ലാം ഡേഞ്ചേഴ്സ് ആണുള്ളത്, ഓവർ റീച്ച് ആൻഡ് കോൺട്രഡിക്ഷൻസ് ഇൻ പോളിസീസ്, അതെല്ലാം ഇവിടെ ഇദ്ദേഹം കൃത്യമായിട്ട് രീതിയിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സോബറാണ്, റിയലിസ്റ്റിക് ആണ്, ഒരു അലാമിസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇന്ത്യ ശ്രദ്ധിക്കണം എന്ന രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. അതുപോലെ ഒപ്റ്റിമിസം കാണിക്കുന്നുണ്ട്. ഒരു അലാമിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തിരിച്ചാണ്, അലാമിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലല്ല. ഡെഫിനറ്റ്ലി ഇന്ത്യ കോഷ്യസ് ആയിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഒരു റിയലിസ്റ്റിക് വേൾഡ് വ്യൂ ആണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പവർ ബാലൻസ്, സ്ട്രക്ചറൽ ലിമിറ്റ്സ്, അതുപോലെ ലോങ് ടേം സ്ട്രാറ്റജിക് കോമ്പറ്റീഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി അഡ്വൈസറി ആയിട്ടാണ് പറയുന്നത്, ഒരു ഉപദേശ രീതിയിലാണ്. ഇന്ത്യയുടെ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് ഒരു പോളിസി ഓറിയൻറ്റഡ് ടോണാണ് അദ്ദേഹം ഇവിടെ വെക്കുന്നത്. കാരണം നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കുക, റെസിലിയൻ്റ് ആയിരിക്കുക, കണ്ടിന്യൂസ്ലി സ്ട്രൈവ് ചെയ്യുക, ഇവ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഡിറ്റാച്ച്ഡ് ആണ്, കൺസേൺഡും ആണ്. അതായത് ഡിപ്ലോമാറ്റിക് ആണ് ടോണ്, റെസ്ട്രെയിൻഡ് ആണ്, പക്ഷെ എന്നാൽ ക്ലിയർ ആയിട്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്താണ്, വേർ ഷുഡ് ഇന്ത്യ സ്റ്റാൻഡ് നൗ എന്ന കാര്യം ക്ലിയർലി മെൻഷൻ ചെയ്ത് പോകാനും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വായിച്ചപ്പോൾ എനിക്ക് കുറച്ചൊരു ഡിഫിക്കൾട്ട് ആയിട്ട് തോന്നി. കാരണം കണക്ഷൻസ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തയിലേക്ക് ഇങ്ങനെ ഫ്ലോലെസ്ലി പോകുന്നതിന് കുറച്ച് എനിക്കൊരു മേ ബി നമുക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ടുള്ള കണക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബട്ട് സ്റ്റിൽ ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എ ലിറ്റിൽ ബിറ്റ്. ഇത് കണ്ടതിന് ശേഷം ഡെഫിനറ്റ്ലി ആ ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ് ലിങ്ക് ആൻഡ് റീഡ് ദ ആർട്ടിക്കിൾ. ഓക്കെ, കുറച്ച് വേർഡ് മീനിങ്സ് ഉണ്ട്. ക്വിക്ക് ഗ്ലാൻസ് അറ്റ് ദ വേർഡ് മീനിങ്സ്. ഞാനിന്ന് ഈ ആർട്ടിക്കിൾ വലുതായത് കാരണം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്ക് തരുന്നില്ല. ഇത് കുറച്ചൊന്ന് മെൻഷൻ ചെയ്ത് വേഗം പോവാം കേട്ടോ. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രഡിക്ഷൻസ് എന്നുള്ളൊരു മീനിങ് ആണ്. നമുക്ക് ഒരു കോൺട്രഡിക്ടറി, ഓപ്പോസിറ്റ്സ് വരുന്ന, ഓപ്പോസിറ്റ് എന്ന് പറയുന്ന അല്ലെ, ഐറണി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒന്ന്. ആൻറ്റണിംസ് കൺസിസ്റ്റൻസി ആൻഡ് ക്ലാരിറ്റി ആണ്. ഫ്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള. ഫ്രോട്ട് ഇവിടെ ആക്ച്വലി ഫിൽഡ് വിത്ത് ടെൻഷൻസ്. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ടെൻസ്, ട്രബിൾഡ് എന്നുള്ളൊരു മീനിങ് പറയാം. ഓപ്പോസിറ്റ്സ് കാം ആൻഡ് സ്മൂത്ത് എന്ന് ഉള്ളതാണ്. പാൽപ്പബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈസിലി പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന, ടാൻജിബിൾ, ഒബ്വിയസ്, ഇതെല്ലാം സിനോണിംസ് ആണ്. ഇംപെർസെപ്റ്റബിൾ ആൻഡ് വേഗ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഇവിടെ ഇതല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഹ്യൂബ്രസ് എന്ന് പറയുന്നത് അഹങ്കാരം അല്ലേ, പ്രൈഡ്, നമ്മളുടെ ആത്മവിശ്വാസം, അമിതമായ ആത്മവിശ്വാസം. ആരഗൻസ്. ആന്റോണിംസ് ആർ ഹ്യൂമിലിറ്റി ആൻഡ് മോഡസ്റ്റി. വളരെ ഹ്യൂമിലിറ്റിയോടുകൂടി, മോഡസ്റ്റിയോടുകൂടി നിൽക്കുക. റീകാലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക, റീഅഡ്ജസ്റ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്.
ആൻറ്റണിംസ് ഫിക്സ്ഡ് ആൻഡ് അൺചേഞ്ച്ഡ് ആണ്. ബോൾസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഇൻഫോഴ്സ്ഡ് ഓർ എൻഹാൻസ്ഡ്. എന്തെങ്കിലും ഒരു കാര്യം ശക്തിപ്പെടുത്തുന്നതിനെയാണ് ബോൾസ്റ്റേർഡ് എന്ന് പറയുക. വീക്കെൻഡ് ആൻഡ് അണ്ടർമൈൻഡ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. സ്ട്രക്ചറൽ, ഫൗണ്ടേഷൻ എന്നൊക്കെ നമ്മൾ പറയും. സ്ട്രക്ചറൽ അല്ലെ, സ്ട്രക്ചർ, വീടിൻ്റെ സ്ട്രക്ചർ. ഫണ്ടമെൻ്റൽ എന്നുള്ളൊരു മീനിങ് ആണ്. ഓപ്പോസിറ്റ് വരിക സൂപ്പർഫിഷ്യൽ ആൻഡ് ഇൻസിഡൻറ്റൽ. ഡിഫ്ലേഷണറി എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ടറി, അതായത് ഒരു ഇക്കണോമിക് സ്ലോ ഡൗണിന് കാരണമാക്കാൻ സാധ്യതയുള്ളത്, അതിനെയാണ്. റീസെഷനറി, കോൺട്രാക്ഷണറി, ഇതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്, സിനണിംസ് ആണ്. എന്നാൽ ഡിഫ്ലേഷൻ്റെ ഓപ്പോസിറ്റ് ഇൻഫ്ലേഷൻ ആണ് അല്ലേ, സാമ്പത്തിക പെരുപ്പം. എക്സ്പാൻഷനറി, ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. ടിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഒരു വോം ആയിട്ടുള്ള എന്ന് നമ്മൾ പറയും. ലൂക്ക് വോം, ഇൻഡിഫറൻറ്റ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. ആൻറ്റണിംസ് ആർ എൻതൂസിയാസ്റ്റിക്, വിഗറസ്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഷീൽഡ്. നമ്മളുടെ വീട്ടിലൊക്കെ ഇൻസുലേറ്റഡ് വയേഴ്സ് വേണം നമ്മൾ പറയാറുണ്ട് അല്ലേ. സോ എക്സ്പോഷർ ആൻഡ് വൾണറബിലിറ്റി ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഡോമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് അല്ലെങ്കിൽ ഓവർ പവറിങ് എന്നുള്ളൊരു മീനിങ് ആണ്. ആൻറ്റണിം വരുന്നത് സബോർഡിനേറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്. വൾണറബിലിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വീക്ക്നെസ് ആണ് വൾണറബിലിറ്റി. എക്സ്പോസ് ടു ഡേഞ്ചർ, ഡേഞ്ചറിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതിനെയാണ് വൾണറബിൾ എന്ന് പറയുക. ഫ്രാജിലിറ്റീസ്, സസെപ്റ്റബിലിറ്റീസ് ആർ ഇറ്റ്സ് സിനണിംസ്. സ്ട്രെങ്ത് ആൻഡ് സേഫ് ഗാർഡ്സ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. അസേർട്ടീവ് ആയിട്ട് പറയുക എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുക്തം പറയുക, കോൺഫിഡൻറ്റ് അല്ലേ. ഫോഴ്സ്ഫുൾ, സെൽഫ് അഷ്വേർഡ്. ഓപ്പോസിറ്റ് പാസീവ് ആൻഡ് സബ്മിസീവ്, വളരെ ശാന്തമായിട്ട് പാസീവായിട്ട് ഇരിക്കുക. റീകാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ റീ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ റിവിഷൻ എന്ന് നമ്മൾ പറയും. അഡ്ജസ്റ്റ് ചെയ്യുക. റിജിഡിറ്റി ആൻഡ് സ്റ്റാഗ്നേഷൻ ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്. ടാസിറ്റ് എന്ന് പറഞ്ഞാൽ അൺസ്പോക്കൺ, പറഞ്ഞിട്ടില്ലാത്തത്. എക്സ്പ്ലിസിറ്റ് ആണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരിക. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള, മൊത്തത്തിൽ ആകത്തുക എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. യൂണിഫൈങ് പവർ ഓഫ് കൺട്രോൾ. ഇൻ്റഗ്രേഷൻ ആൻഡ് സോളിഡിഫിക്കേഷൻ ആർ ഇറ്റ്സ് സിനണിംസ്. പല വിഘടിക്കപ്പെട്ട, ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഡിസൻറ്റഗ്രേഷൻ ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. റെമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കോപ്പ് ഓഫ് അതോറിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി, മാൻഡേറ്റ് ഓർ ജൂറിസ്ഡിക്ഷൻ ഒക്കെ റെമിറ്റിൻ്റെ സിനണിംസ് ആണ്. എന്നാൽ ലിമിറ്റ് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക, അതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ്സുമാണ്. ഡോക്ട്രിനൽ എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ബിലീവ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ടുള്ളതാണ്. ഡോക്ട്രിൻസ് ആൻഡ് നമ്മളുടെ ബുദ്ധിസം കുറേ ഡോക്ട്രിൻസ് ഉണ്ട് അല്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഐഡിയോളജീസ് ആൻഡ് തിയറീസ് വെച്ചിട്ടുള്ളത്. ആൻറ്റണിംസ് പ്രാഗ്മാറ്റിക് ആൻഡ് ഫ്ലെക്സിബിൾ. റീകാലിബ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ റീ അഡ്ജസ്റ്റ് ചെയ്യുക, ഫൈൻ ട്യൂണിങ് എന്നൊക്കെ നമ്മൾ പറയും. ഫിക്സിങ് ആൻഡ് റിജിഡിഫൈങ്, മറ്റേത് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിനും റെഡി അല്ലാത്തതാണ് അതിൻ്റെ ഓപ്പോസിറ്റ്. ട്രാൻസാക്ഷണൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം എക്സ്ചേഞ്ചസ്, ഡീൽ ബേസ്ഡ് ആൻഡ് പ്രാഗ്മാറ്റിക് ആർ ഇറ്റ്സ് സിനണിംസ്. പ്രിൻസിപ്പിൾഡ് ആൻഡ് സ്ട്രാറ്റജിക് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഓവർലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡീഷണൽ ലെയർ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ഓവർലേ ചെയ്യുക എന്ന് പറയുക. ഫ്രെയിം വർക്ക്, സൂപ്പർ ഇമ്പോഷൻ, ഇതൊക്കെ ഇതിൻ്റെ സിനണിംസ് ആണ്. ഓപ്പോസിറ്റ്സ് റിമൂവൽ ആൻഡ് സെപ്പറേഷൻ. കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രീഡം ലിമിറ്റ് ചെയ്യുക. റെസ്ട്രിക്റ്റ് ആൻഡ് കേർബ്, ദാറ്റ് ഇസ് ഇറ്റ്സ് സിനണിംസ്. ഓപ്പോസിറ്റ്സ് വരുമ്പോൾ എനേബിൾ ആൻഡ് ലിബറേറ്റ്, ദാറ്റ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. സോബറിങ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാട്ടോ, അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ മെൻഷൻ ചെയ്യാത്തത്. സോബറിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അലാമിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പറയുക, അലാമിങ്. എൻകറേജിങ് ആൻഡ് റീഅഷ്വറിങ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുക. അഡാപ്റ്റ് ആൻഡ് കൺസീഡ് ആർ ഇറ്റ്സ് സിനണിംസ്. റെസിസ്റ്റ് ആൻഡ് റിജക്റ്റ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. പ്രൂഡൻ്റ്ലി വളരെ കോഷ്യസ്ലി, ശ്രദ്ധാപൂർവം, കെയർഫുള്ളി, വൈസ്ലി. മറ്റത് ഓപ്പോസിറ്റ് വരുമ്പോൾ റെക്ലെസ്ലി, അശ്രദ്ധയോടുകൂടി, റാഷ്ലി. ഇൻക്രിമെൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ഘട്ടങ്ങളായിട്ട്, സ്മോൾ സ്റ്റേജസിൽ സംഭവിക്കുന്നത്. ഗ്രാജുവൽ, സ്റ്റെപ്പ് വൈസ് ആർ ഇറ്റ്സ് സിനണിംസ്. ആൻറ്റണിംസ് വരുന്നത് സഡൻ ആൻഡ് റാഡിക്കൽ. ഗ്രേ സോൺ നമ്മൾ പറഞ്ഞതാണ്, ഒരു ഓപ്പൺ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്ന ഒരു സ്ഥലം അല്ലേ. ആംബിഗ്വസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, ഡിക്ലെയർഡ് ആയിട്ടുള്ള, ഒവേർട്ട് ആയിട്ടുള്ളതിനെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. അസിമെട്രിക് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്തത്, അൺഈക്വൽ ആയിട്ടുള്ളത്. ഡിസ്പ്രപ്പോർഷനേറ്റ്, അൺഈവൻ ആർ ഇറ്റ്സ് സിനണിംസ്. സിമെട്രിക് ആൻഡ് ബാലൻസ്ഡ് ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്. കാലിബ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ആൻഡ് മെഷേർഡ് ആണ് അല്ലേ.
വളരെ ശ്രദ്ധിച്ച് മെഷേർഡ് ആയിട്ടുള്ളത്. അൺകൺട്രോൾഡ്, ഹസാർഡ് ഒക്കെ അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് ഓർത്ത് വെക്കണേ. റീട്രെഞ്ച്മെൻറ്റ്, കമ്മിറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്പെൻഡിങ്സ് കുറയ്ക്കുന്നതിനെയാണ് റീട്രെഞ്ച്മെൻ്റ് എന്ന് നമ്മൾ പറയുക. കട്ട് ബാക്ക് അല്ലെങ്കിൽ വിഡ്രോവൽ എന്നും പറയും. എക്സ്പാൻഷൻ ആൻഡ് എസ്കലേഷൻ ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഒപ്പേക്ക് എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കാത്തത്, ലാക്കിംഗ് ട്രാൻസ്പെറൻസി ഓർ ക്ലാരിറ്റി. ഒബ്സ്ക്യൂർ, അൺക്ലിയർ അതിൻ്റെ സിനോണിംസ് ആണ്. ട്രാൻസ്പെറൻറ്റ് ആൻഡ് ക്ലിയർ ആർ ഇറ്റ്സ് ഓപ്പോസിറ്റ്സ്. പ്രിക്ലീനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻസിറ്റിവിറ്റി. പ്രിക്ക് ചെയ്യുക, നമ്മൾ പിച്ചുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ കുത്തുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു പെട്ടെന്ന് ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം. ടച്ചിനെസ് ആൻഡ് ഇറിറ്റബിലിറ്റി, അതാണ് അതിൻ്റെ സിനോണിംസ്. ആൻറ്റണിംസ് കാംനെസ് ആൻഡ് കമ്പോസ്ചർ. ഓക്കെ, ഇതെല്ലാം അതിൻ്റെ മീനിങ്സ് ആയിരുന്നു. ഇപ്പം കിട്ടിയിട്ടില്ല എങ്കിൽ ഒന്നുകൂടെ എടുത്ത് കാണണം. ഓടിച്ച് നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയാം. എക്സസീവ് പ്രൈഡിനെ പറയുന്നത് ഹ്യൂബ്രസ് എന്നാണ്. A situation with contradictory features, paradox, അല്ലേ? ഗ്രാജുവൽ സ്ട്രെങ്തനിങ് ഓഫ് പവറിനെ കൺസോളിഡേഷൻ, പല സ്ലോ ആയിട്ട് പവർ കൺട്രോൾ ചെയ്യുന്നതിനെ നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയും. ഇംപ്ലൈഡ് ബട്ട് നോട്ട് ഓപ്പൺലി സ്റ്റേറ്റഡ്, ടാസിറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റ് ഓർ സ്ട്രാറ്റജി, റീകാലിബ്രേഷൻ. ഇത് ഓൾറെഡി പറഞ്ഞതാണേ. എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഫാളിംഗ് പ്രൈസസ് ഡിഫ്ലേഷൻ ആണ്. പ്രൊട്ടക്ഷൻ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്, ഇൻസുലേഷൻ. ഡോമിനൻസ് അച്ചീവ് വിത്തൗട്ട് ഓപ്പൺ വാർഫെയർ, ഓപ്പൺ വാർഫെയർ ഇല്ലാതെ ഡോമിനൻസ് അച്ചീവ് ചെയ്യുന്നതിനെ ഹെജിമണി എന്ന് പറയും. ശ്രദ്ധിച്ചോണം കേട്ടോ. ഹെജിമണി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ വാർഫെയർ ഇല്ലാതെ, യുദ്ധമൊന്നും നടത്താതെ തൻ്റെ ഡോമിനൻസ് എടുക്കുക. ആക്ഷൻസ് ബിലോ ദ ത്രെഷോൾഡ് ഓഫ് ആംഡ് കോൺഫ്ലിക്റ്റ്, ഗ്രേ സോൺ, ബോർഡർ. ഷോർട്ട് ടേം deal based diplomacy, transactionalism. Reduction in international commitments, retrenchment. Okay, hidden weaknesses that can be exploited, vulnerabilities ആണ് കേട്ടോ. അവിടെ മീനിങ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇറ്റ് ഈസ് vulnerability. Careful and sensible decision making, prudence. ഓർത്തിരുന്നോണം കേട്ടോ. ഇതെല്ലാം മീനിങ്സ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. Unequal balance of power, asymmetry. ഗ്രാജുവൽ ഗെയിൻ ത്രൂ സ്മോൾ സ്റ്റെപ്പ്, ഇൻക്രിമെൻ്റലിസം. സ്ലോ സ്റ്റെപ്പിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗെയിൻ കിട്ടുന്നതിന് ഇൻക്രിമെൻ്റലിസം എന്ന് പറയും. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, ഒപ്പേസിറ്റി, ഒപ്പേക്ക്. എബിലിറ്റി ടു ഡിറ്റർ ഓർ കൗണ്ടർ ദ ഒപ്പണൻസ് യൂസിങ് അൺഈക്വൽ മീൻസ്. അൺഈക്വൽ മീൻസിലൂടെ തൻ്റെ ഒപ്പണൻറ്റിനെ കൗണ്ടർ ചെയ്യുക, അതിനെയാണ് അസിമെട്രിക്കൽ ഡിറ്ററൻസ് എന്ന് പറയുക. ഇതങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല, കണ്ടപ്പോൾ മെൻഷൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എക്സ്പാൻഷൻ ഓർ ഓഫ് ഇൻഫ്ലുവൻസ് ത്രൂ ഇക്കണോമിക് ഡിപ്പെൻഡൻസ്. ഇക്കണോമിക് ഡിപ്പെൻഡൻസിലൂടെ അവരവരുടെ വളർച്ച നേടുന്നതിന്, എക്സ്പാൻഡ് ചെയ്യുന്നതിന് എൻട്രെഞ്ച്മെൻ്റ് എന്ന് പറയും. സ്ട്രാറ്റജിക് പേഷ്യൻസ് ഓവർ എ ലോങ് പീരീഡ്, ഫോർബെറൻസ്. ഓക്കെ, ഒരു ലോങ് പീരീഡിലുള്ള സ്ട്രാറ്റജിക് പേഷ്യൻസ്. കാൽക്കുലേറ്റഡ് അവോയ്ഡൻസ് ഓഫ് ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ, ഡി എസ്കലേഷൻ. ഓക്കെ, കുറച്ച് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഡബിൾ ഡൗൺ ഓൺ, അതായത് ഇൻക്രീസ് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്. ടേൺ ഇൻവേർഡ്, ഇൻറ്റേർണൽ അഫെയർസിലേക്ക് ശ്രദ്ധ തിരിക്കുക, അതിനെയാണ് ടേൺ ഇൻവേർഡ്. വേ ഓൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ബേർഡൻസൺ ഇഫക്റ്റ് ഉണ്ടാക്കുക. ബോൾസ്റ്റേർഡ് ബൈ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടഡ് ബൈ അല്ലെങ്കിൽ സ്ട്രെങ്തൻഡ് ബൈ എന്ന് നമുക്ക് പറയാം. പുഷ് ബാക്ക് അഗേൻസ്റ്റ്, റെസിസ്റ്റ് ചെയ്യുക ഓർ ഒപ്പോസ് സ്ട്രോങ്ലി. ഡിഗിൻ, റെഫ്യൂസ് ടു ചേഞ്ച് വൺസ് പൊസിഷൻ, ഒരാളുടെ പൊസിഷൻ മാറാൻ സമ്മതിക്കാതിരിക്കുക. സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എഫേർട്ട് ഓർ ഇൻറ്റൻസിറ്റി. പിന്നെ ക്ലാമ്പ് ഡൗൺ ഓൺ, എൻഫോഴ്സ് സ്ട്രിക്റ്റ് കൺട്രോൾ. ബാക്ക് അവേ ഫ്രം, വിഡ്രോ ചെയ്യുക, എന്തെങ്കിലും ഒരു റിട്രീറ്റ് ചെയ്യുക. ആർമിയെ ബാക്ക് അവേ ഫ്രം ദ ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആർമി വിഡ്രോ ചെയ്തു എന്നുള്ളൊരു മീനിങ്. ബിൽഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഗ്രാജുവലി ഓവർ ടൈം, ഓവർ ടൈമോടുകൂടി അത് ഇൻക്രീസ് ചെയ്യുക. ഹോൾഡ് ബാക്ക്, ഇറ്റ് ഈസ് റിസ്ട്രെയിൻ അല്ലെങ്കിൽ ലിമിറ്റ് ആക്ഷൻ. പ്ലേ ഔട്ട്, ഒരു സമയക്രമത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് പോവുക. ലോക്ക് ഇൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ഓർ ഫിക്സ്ഡ് എന്നുള്ളൊരു മീനിങ്. മൂവ് ടുവേർഡ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്യുക. ഈ മൂവ് ടുവേർഡ്സ് ദ വെസ്റ്റ് എന്ന് പറയത്തില്ലേ. ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതതിൻ്റെ ജസ്റ്റ് ഒരു ഇംപ്ലൈഡ് യൂസേജസ് ആണ് കേട്ടോ. ഡയറക്റ്റ് ഇഡിയംസ് ഒന്നും തന്നെ കണ്ടില്ല. നാരോഡ് സ്ട്രാറ്റജിക് സ്പേസ് എന്ന് പറഞ്ഞാൽ ഫ്രീഡം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ഡബിളിംഗ് ഡൗൺ, കമ്മിറ്റ്മെൻറ്റ് ഡബിളിംഗ് ഡൗൺ. ഗ്രേ സോൺ പ്ലേ ബുക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പാറ്റേൺ ഓഫ് ആംബിഗ്വസ് ആക്ഷൻസിനെ കാണിക്കുന്നു.
ക്ലിയർഡ് ഐ, റിയലിസ്റ്റിക് ആൻഡ് പെർസെപ്റ്റീവ്, ലോങ് ഹോൾ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം എഫേർട്ട്. ഇത് ജസ്റ്റ് ഇംപ്ലൈഡ് ആണ്, ഡയറക്റ്റ് ഇഡിയം അല്ല. സോ അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. കുറച്ച് യൂസേജസ് ഉണ്ട്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫ്രേസസ് യൂസേജസ് ഉണ്ട്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് വെർബാണ്. ആഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു നമ്മൾ. ഓക്കെ. പ്രൊജക്റ്റിംഗ് സ്ട്രാറ്റജിക് കോൺഫിഡൻസ്, റെസ്ലിംഗ് വിത്ത് ഇക്കണോമിക് ചാലഞ്ചസ്, ഇത് എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ടിസിപ്പിൾ ഫ്രേസസ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. കോൺട്രാസ്റ്റ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. യെറ്റ്, ബോത്ത്, ഇവ എല്ലാം യൂസ് ചെയ്തിട്ട്, വൈൽ, ഈവൻ ആസ്, ബട്ട്, ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു കോൺട്രാസ്റ്റ് സ്ട്രക്ചർ ഉപയോഗിക്കുക. പാരലലിസം ഉണ്ട്. പാരലലിസം നമ്മൾ പല തവണയായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെയാണ് പാരലലിസം. അത് ഉപയോഗിക്കുന്നത് ക്ലാരിറ്റി എംഫസൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഈക്വൽ വെയിറ്റേജ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, ഐ ലവ് പ്ലേയിങ്, റീഡിങ് ആൻഡ് ഗാർഡനിങ്, മൂന്നും ING ഫോം ഓഫ് ദ വെർബ് തന്നെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ആക്ട്സ് 2026 ബിഗിൻസ് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ചൈന പ്രസൻസ് എ പാരഡോക്സ്, ഐ സപ്പോസ് ഇറ്റ് ഇസ് എ മെയിൻ ക്ലോസ്. ആ സെൻറ്റൻസ് അവിടെ കംപ്ലീറ്റ് അല്ല. ഇഫ് ദീസ് ടെമ്പററി അറേഞ്ച്മെൻറ്റ്സ് ബിക്കം പെർമനൻറ്റ്, അല്ലേ, അത് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസും അത് കഴിഞ്ഞ് വരുന്നത് പെർമനൻറ്റ് ക്ലോസ്, മെയിൻ ക്ലോസും ആയിരിക്കും. ഓക്കെ. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ. ഇൻഡിപെൻഡൻ്റ് ആണ്, ഇത് ഡിപ്പെൻഡൻ്റ് ആണ്. കണ്ടീഷണൽ ക്ലോസ് ടൈപ്പ് 1 കണ്ടീഷനാണ് വന്നേക്കുന്നത്. നമ്മളിത് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. ഇല്ലെങ്കിൽ ഒരു 1 വീക്ക് ബിഫോറുള്ള വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടീഷണൽ ക്ലോസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്, എഡിറ്റോറിയലിൽ തന്നെ. ഓക്കെ. ടൈപ്പ് 1 0 കണ്ടീഷണൽ, 1, 2 and 3 കണ്ടീഷണൽസ് ആണുള്ളത്. അതിൽ കണ്ടീഷണൽ 1 ആണ് പറഞ്ഞേക്കുന്നത്. റിയൽ ആൻഡ് പോസിബിൾ ഫ്യൂച്ചർ കോൺസിക്വൻസസിനെ കാണിക്കാനായിട്ടാണ്. ഇഫ് ദീസ് ടെമ്പററി അറേഞ്ച്മെൻറ്റ്സ് ബിക്കം പെർമനൻറ്റ്, ചൈന വിൽ ഹാവ്, അതായത് യൂസ് ചെയ്തേക്കുന്നത് ഇഫിൻ്റെ കൂട്ടത്തിൽ പ്രസൻറ്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ അത് വിൽ പ്ലസ് ഫ്യൂച്ചർ ടെൻസ്, അല്ലേ, ഫ്യൂച്ചർ ടെൻസിലേക്ക് അത് പോവും. ചൈന വിൽ ഹാവ് അച്ചീവ്ഡ്, isn't it? Will plus have plus V3 form. പാസീവ് വോയിസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B plus V3 ഫോം ഓഫ് ദ വെർബിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. റിലേഷൻസ് ഹാവ് ബീൻ ഡിസ്റ്റർബ്ഡ്, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഓക്കെ. എല്ലാ എഡിറ്റോറിയൽസും ആക്ഷന് പ്രാധാന്യം നൽകുന്നു, ആക്ടേഴ്സിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നത്. നോമിനലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിനെ നൗൺ ആക്കുന്നതിനെയാണ് നോമിനലൈസേഷൻ. കൺസോളിഡേറ്റ്, കൺസോളിഡേഷനായി. സ്റ്റെബിലൈസ്, സ്റ്റെബിലൈസേഷൻ. റീകാലിബ്രേഷൻ. അതാണ് എക്സാമ്പിൾസ് ഈ ഒരു എഡിറ്റോറിയലിൽ നിന്ന് പറയാൻ പറ്റുന്നത്. പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഉണ്ട്. ടൈം, പ്ലേസ്, കോസ്, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പോസിഷൻ അടങ്ങുന്ന ഫ്രേസസ് അതിനെയാണ് പ്രിപ്പോസിഷണൽ ഫ്രേസസ് എന്ന് നമ്മൾ പറയുന്നത്. മോഡൽ വെർബ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. മസ്റ്റ്, can, could, may, might, ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ആൻഡ് ലോജിക്കൽ കണക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ആണ്. ആർഗ്യുമെൻറ്റ് ഫ്ലോ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസിഷൻ വേർഡ്സ് എന്ന് നമ്മൾ പറയും. റിലേറ്റീവ് ക്ലോസസ് യൂസ് ചെയ്തിട്ടുണ്ട്. റിലേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്ത് എഴുതുന്നതിനെയാണ് റിലേറ്റീവ് ക്ലോസസ് എന്ന് നമ്മൾ പറയുക. ഹൂ, ഹൂം, വിച്ച്, ദാറ്റ്, ഹൂസ്, ഇതെല്ലാം റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഇതുപയോഗിച്ച് എഴുതുന്നതാണ്. അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നതിനെയാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസസ് എന്ന് പറയുന്നത്. നോൺ ഫൈനൈറ്റ് വേർബ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നോൺ ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെൻസ് ഫോമോ അല്ലെങ്കിൽ ടെൻസ് അല്ലെങ്കിൽ സിംഗുലർ ഓർ പ്ലൂറൽ അനുസരിച്ച് എന്ത് ചെയ്യില്ല, നോ ചേഞ്ച് ആണ് വരിക. isn't it? നോ ചേഞ്ച്. ടു സ്റ്റെബിലൈസ്, ടു റെഡ്യൂസ്, ഇവിടെ ഇൻഫിനിറ്റീവ്സിനെയാണ് ടു വരുന്നത്. പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ,
പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ING ഫോം ഓഫ് ദ വെർബാണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ EN or ED വെച്ച് വരുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ യൂസ് ചെയ്യുക. ആബ്സ്ട്രാക്ട് നൗൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. കോൺഫിഡൻസ്, ഡോമിനൻസ്, വൾണറബിലിറ്റി, സ്റ്റെബിലൈസേഷൻ, അസർട്ടീവ്നെസ്, ഇതെല്ലാം ആബ്സ്ട്രാക്ട് നൗൺസിൻ്റെ എക്സാമ്പിൾസ് ആണ്. റിപ്പോർട്ടിംഗ് ആൻഡ് ഇവാലുവേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുണ്ട്. സജസ്റ്റ്, ഇൻഡിക്കേറ്റ്, അണ്ടർസ്കോർ, റിഫ്ലക്റ്റ് എക്സെട്ര. ഗ്രാമർ ആൻഡ് പോളിസി റൈറ്റിംഗ്, ഇഡിയംസ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഫിഗറേറ്റീവ് ഫ്രെയിമിംഗ്, ലോങ് ഹോൾ, സ്ട്രാറ്റജിക് സ്പേസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ഈ തേഴ്സ്ഡേ അല്ല നമുക്ക് എഡിറ്റോറിയൽ ഉണ്ടാവുക. ഈ ഒരു വീക്കിൽ അത് ഫ്രൈഡേ ആയിരിക്കും. എനിക്ക് വീട്ടിൽ കുറച്ച് എമർജൻസീസും കാര്യങ്ങളും ഉള്ള കാരണമാണ് കേട്ടോ ഡേയ്സ് മാറ്റിയത്. സോ കമ്മിങ് ഫ്രൈഡേ ആണ് നമ്മുടെ എഡിറ്റോറിയൽ ഉണ്ടാവുക കേട്ടോ. സോ നമുക്ക് SBIയിൽ മാത്രമായിട്ട് ഒതുങ്ങണ്ട നമ്മുടെ സ്വപ്നം. ബാക്കി എല്ലാ ബാങ്കുകളിലേക്കും എന്താ പറയുക, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നെബാർഡ് ആണെങ്കിലും സെബി, RBI, FCI, ESCI, EPFO അങ്ങനെ പോകുന്ന ബാങ്ക്സിലേക്കെല്ലാം കോൾ ഫോർ ചെയ്യുന്നുണ്ട്. എൻട്രിയിൽ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇയർ അല്ല ഈ ഇയറിലേക്കുള്ള എല്ലാ വേക്കൻസീസും അവർ പെട്ടെന്ന് തന്നെ കോൾ ഫോർ ചെയ്യും. കോൾ ഫോർ ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്താൽ കുറച്ച് പാടാണ് ഈ പറഞ്ഞ പോലെ നമുക്കത് കിട്ടുക എന്ന് പറയുന്നത്. നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ല 7736122215 എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സ് സംബന്ധമായിട്ടോ എക്സാം സംബന്ധമായിട്ടോ ഒക്കെ ക്ലാരിഫിക്കേഷൻസ് ആവശ്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി അതും ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടാവുന്നത് വളരെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിലിരുന്ന് പഠിക്കാം. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സലൻറ്റ് ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെന്താ, PYQs ഉണ്ടാവാം, മോക്ക് സെഷൻസ് ഉണ്ടാവാം. നിങ്ങളുടെ ഏറ്റവും വീക്ക്നെസ്സസ് ഏതാണെന്ന് മനസ്സിലാക്കി അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ഇൻ്റർവ്യൂസിൽ വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് എൻട്രി. സോ ഡെഫിനറ്റ്ലി പ്ലീസ് ഡു ജോയിൻ ഓൾ ഓഫ് യു. അപ്പം നമ്മുടെ എഡിറ്റോറിയൽ ഇനി ഫ്രൈഡേ ആണ്. ദിസ് ഫ്രൈഡേ വിൽ മീറ്റ് അഗൈൻ. താങ്ക് യു ഓൾ. താങ്ക് യു ആദർശ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്. ആദ്യം ഇതിൽ കുറച്ച് ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായെങ്കിൽ പോലും ഐ ഹോപ്പ് the editorial went well. So thank you so much everyone. See you on Friday. Okay, bye bye and take care. Yes.